എന്റെ എക്സ്പ്രഷൻ അത് വീഡിയോ ആണ്. ജീവിതത്തിൽ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ. പഠിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം ഫ്രണ്ട്സും ബെസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് വർക്കിന് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അങ്ങനെ എൻ്റെ ലൈഫിൽ 2022 ഒരു ജാനുവരി ഫെബ്രുവരി ടൈമിലൊക്കെ കയറി വന്ന ഒരാളാണ് കേട്ടോ അനുശ്രീ. ഞങ്ങളെല്ലാവരും അനു എന്നാണ് വിളിക്കുക. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാൾ തന്നെയാണ് കേട്ടോ. എൻഗേജ്മെന്റ് അന്ന് രാവിലെ നേരത്തെ എണീക്കണം, ഗെറ്റ് റെഡി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും നടന്നിട്ടില്ല. കാരണം രാത്രി കിടക്കാനും ലേറ്റായി, എണീക്കാനും ലേറ്റായി. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മളിന്ന് കാറിലാണ് പോകുന്നത്. കാരണം എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോഗ്രാഫർ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ക്രൂവിലുള്ള 2 മെമ്പേഴ്സും ചേർന്നിട്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. കാറ് പുതിയതായതുകൊണ്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അധികം എനിക്ക് ആ ഒരു സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ അനുവിൻ്റെ വീട് വരുന്നത് കൊടിമരം, മലപ്പുറം വെന്നൂർ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.25-1.5 മണിക്കൂർ ട്രാവലിംഗ് വരുന്നുണ്ട്. അതിൽ ഞാൻ എങ്ങനെയൊക്കെയോ കാറിൽ പിടിച്ചിരുന്നു. അവസാനം നമ്മളൊരു 10:30 ആകുമ്പോഴത്തേക്കും ലൊക്കേഷൻ എത്തിയിട്ടോ. ഞങ്ങളെ കാത്തിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ അനുവിൻ്റെ അമ്മ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ചിരിച്ചിട്ട്. വീട് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വീട് അറിയാം. പക്ഷേ ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്, വീട്ടിലേക്കുള്ള വഴി അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. അങ്ങനെ ഇതാ അനുവിനെ ഞാൻ കണ്ടു. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയോ എന്ന് ഡൗട്ട്. പിന്നീട് നമ്മൾ അങ്ങോട്ട് സിംഗിൾ പിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി കേട്ടോ. കാരണം ചെക്കൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള സിംഗിൾ ഷോട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്തോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മൾ വളരെ കുറച്ച് പിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ഉള്ള മേക്കപ്പ് ഒലിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിനകത്തോട്ട് തന്നെ പോയിട്ടോ. കല്യാണേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പൊ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരാളാണ്. അനു എന്താ തോന്നുന്നു? ടെൻഷൻ എനിക്ക് ഇപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് എവിടെ എത്തി ചോദിക്കുന്നത്. ചേട്ടൻ പാവം. പറ, എന്തേലും പറ. വലിയൊരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. സിംഗിളായി നടന്നില്ലേ, പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് റെയിൽവേ പാലത്തിൽ ചാടാൻ പോടാ പാവം ചെക്ക. ഇല്ല, ഓൾറെഡി ഞങ്ങൾക്ക് കുറച്ച് പരിചയം ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പേടിയും കുറച്ച് കുറവുണ്ട്. ഈ ഒരു ആൾക്കാർ കൂടി നിൽക്കുന്നതിന്റെ ഒരു ടെൻഷൻ, പരിപാടി എന്നുള്ളതിന്റെ. അവിടെ ഒരു വലിയ വെള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഒരു പച്ച ഷീറ്റ് കൊണ്ട് മറച്ചിട്ടൊക്കെ ഉണ്ട്. പച്ച ഷീറ്റേ ആ ബിൽഡിംഗ് ഇങ്ങനെ മറച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീട് അറിയാമെന്നുണ്ടെങ്കിലും വീട്ടിലേക്കുള്ള വഴി അറിയുന്നില്ല. കാരണം പോക്കറ്റ് റോഡിലേക്ക് ഒന്നും എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ലൊക്കേഷൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കലും അയച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഇവളുടെ മെയിൻ പണി ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനുവിൻ്റെ അമ്മ കണ്ണൂർ കോക്ടെയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ എടുത്തിരിക്കണേ, അച്ഛൻ്റെ എടുത്തിട്ടില്ല, ഏട്ടൻ്റെ എടുത്തിട്ടില്ല. അനുവിന്റെ അമ്മ ടെൻഷൻ ഉണ്ട് ഞങ്ങളൊക്കെ ചോദിക്കണേ. നമ്മൾ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വീട് ഫുള്ള് ആൾക്കാരാവാൻ തുടങ്ങി. ഇതൊക്കെ അനുവിൻ്റെ കസിൻസും ഫ്രണ്ട്സൊക്കെയാണ്. ഇതിനിടയിൽ ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്തുകൂടി പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് വീട്ടിൽ തന്നെ ആയിട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെക്കൻ വരേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജാതകം കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടെയൊക്കെ ചിലപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഇവരുടെ എൻഗേജ്മെൻറ്റ് അന്ന് തന്നെ ഈ ഒരു ജാതകം കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെക്കനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉമ്മറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇന്നാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ജാതകം കൊടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് സ്റ്റേജിലോട്ടാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ നമുക്കിവിടെ റിംഗ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ വളയിടൽ ചടങ്ങ് ഫേമസ് ആണ്. അത് ചെക്കൻ്റെ അമ്മയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ക്ലീശേ പരിപാടിയായിട്ടുള്ള ഫോട്ടോ സെഷനുമാണ് ഉണ്ടായിരുന്നത്. അതും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാനും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊന്നും അധികം ഉണ്ടാവില്ല, വേഗം ഫുഡ് കഴിക്കാൻ എണീക്കുക, അത്രയേ ഉള്ളൂ. എൻഗേജ്മെൻറ്റ് ഡ്രസ്സിൽ ഇവരുടെ മാത്രമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വീടായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ്?
അനുവിനെ ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊറേ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സെറ്റല്ലേ? അങ്ങനെ അവളുടെ കുറച്ച് സിംഗിൾ ഫോട്ടോസും കൂടി എടുത്തിട്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. അങ്ങനെ അനുവിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ്